ഇന്നത്തെ യാത്ര ഞങ്ങളെ ഫ്രണ്ട്, അതായത് ഞങ്ങളെ ഫാമിലത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പെരുന്നാൾ സൽക്കാരുണ്ട്. ഇന്ന് 2ാം പെരുന്നാളിൻ്റെന്ന്. അപ്പോൾ ഞങ്ങൾ പോണ ബസ്സിലുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ കണ്ടത് അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ കുറച്ച് നടന്ന് ബീച്ചിൻ്റെ വക്കത്താണ് അവളെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് വഴി തെറ്റുമെന്ന് സംശയിച്ചോളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഇങ്ങോട്ട് പോര്, നേരെ കാണുന്ന ബീച്ചാണ്, അങ്ങോട്ട് പോര്, അവിടെ തന്നെയാണ് എൻ്റെ വീട്. അങ്ങനെ കാണാഞ്ഞപ്പോൾ പിന്നെ വിളിച്ച് വരുത്തി ഞങ്ങൾ. അങ്ങനെ ഓളാട്ടത് സെഫിയ ഞങ്ങളെ കൂടെ പണിയെടുക്കണം. ഞങ്ങളെ ഭാഗത്ത് ഞങ്ങളെ വീട്ടിനടുത്ത് തന്നെ അവളെ വീട്. അങ്ങനെ ഞങ്ങളെ കാത്തു നിന്നിട്ട് ഞങ്ങൾ അവളെ വിളിച്ചിരുത്തി. അങ്ങനെ അവളെ വീട്ടിലേക്ക് എത്തി. കണ്ടോ, തൊട്ടടുത്താണ് കടൽ. ഇത് അവളെ മോളാണ് കേട്ടോ, അതാണ് സെഫിയ. അങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കൊടുത്തു. ചെന്ന പാടെ വെള്ളം കളിക്കുകയും നല്ല തണുത്തത്. അത് നല്ല മോന്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടൽ കാണാനറിയാം. നട്ടുച്ചയ്ക്കായിട്ട് ഇറങ്ങണ കടൽ കണ്ട പാടെ തിരിച്ചുണ്ട് ഓടുന്നു. നമുക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഓളാണ് വെള്ളത്തിലുണ്ട് ആറാടും. പാത്രമൊക്കെ കഴുകാൻ നിന്ന് അവളെ മേലിൽ നനയണമെങ്കിൽ കാണണം ഗൈസ്. നട്ടാ പുറത്ത് പോയത് കണ്ടോ, അവൾ ഫോണ് അവളെ കുട്ടീൻ്റെ കൈ കൊടുത്തുക. ഞങ്ങൾ കൈ തരില്ല എന്നിട്ട് ആ കുട്ടിയോ ഫോണായിട്ട് വെള്ളത്തിക്കും. ഞങ്ങൾ കുറേ ചീത്ത എൻ്റെ ഫോൺ അത് അടിയാറിട്ട് ആ കുട്ടികളെ ചീത്ത എന്നിട്ട് അവൾ വണ്ടിക്കാണ് ഗൈസ്. അങ്ങനെ ഒരാളുണ്ട് അവിടെ നിൽക്കും, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബിൻസി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട്, ഞാൻ നിന്നില്ല, അവർ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ കൊണ്ട് കയറി. ഇവിടെ എത്തിയപ്പോൾ ഫോണ് കാണില്ലാന്ന് പറഞ്ഞിട്ട് ഫോൺ അപ്പോഴേക്കും ഞാൻ എൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചു ഗൈസ്. അങ്ങനെ ആ മക്കളോട് പോയി ചീത്തൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് എൻ്റെ കയ്യിൽ എന്ത് പറഞ്ഞിട്ട് എൻ്റെ പോക്കറ്റ് തപ്പിയെടുത്ത് അവൾ കണ്ടുപിടിച്ചു ഗൈസ്. എന്താണ് സായട്ടിന് എന്താ ഈ കാട്ടണ വെച്ചിട്ട് നോക്കിയേക്കാം. അതിൻ്റെ ഇടയിൽ സെഫി ചിക്കൻ വറുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇന്ന് എന്താണെന്നറിയോ, കാണാം, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായ തന്ന്, ചിപ്സ് ഉണ്ടായിരുന്നു, പൂള ചിപ്സ് ഉണ്ടായിരുന്നു, പഴം, കട്ടൻ ചായ, നല്ല കട്ടൻ ചായ ആയിരുന്നു. അങ്ങനെ വല്യുമ്മാനെ കാണാം, ഉമ്മാൻ്റെ ഉമ്മേനെ കാണാൻ പോയി. തറവാട്ടിലാണ് ഉമ്മ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി, ഉമ്മാനെ കണ്ട്. ഒരു പണ്ട് കാലത്തെ തറവാടാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ കയറി ചെന്നപാടെ നമ്മളെ ഡൈനിങ് ഹാളിൽ ഒരു കിടക്ക മാതിരി കാണാൻ. കിടക്ക മാതിരി എന്ന് പറഞ്ഞാൽ സിമെൻ്റ് കൊണ്ട് ഇങ്ങനെ കല്ലുകൊണ്ട് പടുത്തിട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് മാമൻ്റെ മോളാണ്. മാമൻ്റെ മോളോട് ദിൽഷ എന്തൊക്കെയോ പറയണ്ട, ആ കുട്ടീനെ അനുസരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കുക. അവളെ വീട്ടിലെത്തി 1 മണിയൊക്കെ ആയി. ഭക്ഷണം കഴിക്കും, ബിരിയാണി, സലാഡും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അവളും ഫുഡൊക്കെ കഴിച്ച് ഒരു 2-2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കുട്ടി വിരുന്ന് സൽക്കാരം എന്നിട്ട് പ്രതീക്ഷിക്കാതെ